ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ സൈന്യം. ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിൽ ഒരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നതായി ഇസ്രയേൽ സൈന്യം പറയുന്നു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ എന്നാൽ ഹമാസ് വക്താവ് വിസമ്മതിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ എത്ര പേർ കുടുങ്ങിയെന്നോ ഇനി എത്ര പേർ അവശേഷിക്കുന്നുണ്ടെന്നോ ഹമാസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. 200-ലേറെ ഹമാസ് അംഗങ്ങൾ മാസങ്ങളായി റഫായിലുള്ള തുരങ്കങ്ങളിൽ ഉണ്ടെന്ന് ഇസ്രയേൽ US അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുറത്തിറങ്ങിയ ഇവരിൽ ചിലർ പിന്നീട് ഇസ്രയേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തുരങ്കങ്ങളിലുള്ള ഹമാസ് അംഗങ്ങൾ കീഴടങ്ങിയാൽ ഗാസ മുനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ അനുവദിക്കുന്ന കരാറിലെത്താൻ USഉം മറ്റു മധ്യസ്ഥരും ശ്രമിച്ചിരുന്നുവെങ്കിലും വിഫലമായി. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഗാസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാമെന്നായിരുന്നു ഇസ്രയേൽ നിലപാടെടുത്തത്. റഫായിലുള്ള ഹമാസുകാർ തങ്ങളുടെ സേനയ്ക്ക് ആയുധങ്ങൾ കൈമാറിയാൽ മതിയെന്ന ശുപാർശ ഈജിപ്തും മുന്നോട്ട് വെച്ചിരുന്നു. ഹമാസ് അംഗങ്ങൾ ഇസ്രയേലിന് കീഴടങ്ങില്ലെന്ന് പലസ്തീൻ സംഘടന എന്നാൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമായ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ തന്നെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച തെക്കൻ ഗാസയിൽ ആഭ്യന്തര ഏറ്റുമുട്ടലിലാണ് ഇയാൾ മരിച്ചതെന്ന് ഇസ്രയേലി പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. ഹമാസുമായുള്ള ഏറ്റുമുട്ടലല്ലെന്നും അബു ഷബാബ് സംഘാംഗങ്ങൾ ചേരിതിരിഞ്ഞ് വെടിവെപ്പും കയ്യാങ്കളിയും നടത്തുകയായിരുന്നുവെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗുരുതര പരിക്കേറ്റ അബു ഷബാബിനെ ഇസ്രയേലിലെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ചികിത്സയ്ക്കിടെ മരണപ്പെടുകയായിരുന്നു. ഇസ്രയേലുമായി സഹകരിക്കുന്നതിനെ ചൊല്ലി സായുധ സംഘത്തിൽ ഉടലെടുത്ത തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഇസ്രയേൽ പത്രമായ വൈനെറ്റ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം അബു ഷബാബിന്റെ മരണം സംബന്ധിച്ച് സായുധ സംഘമോ ഇസ്രയേലി അധികൃതരോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഗാസ വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. ഒക്ടോബർ 10-ലെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനയും വരുന്നത്. ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയിട്ടും നിലവിലുള്ള കരാറിൽ പുരോഗതിയുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടവും വളരെ നന്നായി പുരോഗമിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. 2ാം ഘട്ടം എപ്പോൾ ആരംഭിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ കരാറിനായുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നു എന്ന് മാത്രമായിരുന്നു ട്രംപ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടെന്നും വെടിനിർത്തൽ കരാറിന് പിന്തുണയുണ്ടെന്നും ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു, അതിൽ ചിലർക്ക് സാരമായി പരിക്കേറ്റു, ഒരുപക്ഷെ ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ട്, വെടിനിർത്തൽ കരാറിന് വലിയ പിന്തുണയുമുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ വാദം. ഗാസയുടെ പുനർനിർമ്മാണം, ഹമാസ് ഇല്ലാത്ത ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കൽ എന്നിവ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷം പലസ്തീൻ സമാധാന ചർച്ചകളുടെ 2ാം ഘട്ടം നടത്തണമെന്ന ആവശ്യം ഖത്തർ മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രയേലിനെയും ഹമാസിനെയും പുതിയ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു. വെടിനിർത്തൽ 52 നാളുകൾ പിന്നിട്ടെങ്കിലും മരുന്നും ഉപകരണങ്ങളും ലഭിക്കാതെ ഗാസയിലെ ആരോഗ്യമേഖല വൻ പ്രതിസന്ധി നേരിടുന്നതായി സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. എന്നാൽ സൈന്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് നടത്തുന്നതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം. അതേസമയം അവശേഷിച്ച 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ ഇസ്രയേലിന് കൈമാറുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അവസാന ബന്ദിയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.